അമ്മേ, അച്ഛൻ. അച്ഛൻ ഇനി ആരെക്കൊണ്ടാണ് എന്നോട് കെട്ടിയെടുത്തത്? പെങ്ങളെ കൊന്ന് കാലിൽ താത്തില്ലേ? അമ്മേ, വരൂ അമ്മേ, വാ അമ്മേ, വരൂ. अच्छा, എവിടെയെല്ലാം ഞാൻ തിരക്കി. അച്ഛൻ കയറിയിരിക്കെ. അച്ഛൻ വരുന്നെന്ന് തങ്കി ഒന്ന് പറഞ്ഞു. കേട്ടപ്പോഴേ സമാധാനമായി. ഉച്ചവരെ കാത്തു. കാണാതായപ്പോ ഇരിക്കപ്പുറതി ഇല്ലാതെ ഇറങ്ങി പുറപ്പെട്ട. അച്ഛനെന്താ വല്ലാതെ? ഒന്നുമില്ല. അച്ഛൻ വന്ന് കയറിയപ്പോഴേ അമ്മ ഓരോന്നും പറഞ്ഞു തുടങ്ങി. അച്ഛാ, പോട്ടോടാ മോനെ. അച്ഛനോട് നിന്നാൽ ചിലപ്പോ അച്ഛനല്ലാതാകും. അമ്മയ്ക്ക് സുഖമില്ലായിട്ടല്ലേ അച്ഛാ? നാരായണൻകുട്ടി, ഏറെ നാളായി ഞങ്ങളിത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. അച്ഛൻ ഒരിടത്ത്, അമ്മ മറ്റൊരിടത്ത്. അകന്നു പോകുന്ന നിങ്ങൾക്കിടയിൽ ഞങ്ങളുടെ സങ്കടം ആരും മനസ്സിലാക്കുന്നില്ല. നാരായണൻകുട്ടി, ആർക്കും മനസ്സിലാവില്ലടാ ഈ അച്ഛന്റെ മനസ്സിലെത്തി. മക്കളുടെ മനസ്സിലെത്തി അച്ഛനും കാണുന്നില്ല. ഇല്ലടാ, ആർക്കും ചെയ്യുന്നതിന് മനസ്സിലാവില്ല. അതെനിക്ക് പണ്ടേ കിട്ടിയ ശാപമാണ്. അച്ഛൻ എങ്ങോട്ടാ? ഇന്നലെ മൂവന്തിക്ക് ഇവിടെ വന്നായിരുന്നു. ഞാനിവിടെ ഇല്ലായിരുന്നു. കണ്ടങ്കേരി പോയിരുന്നു. അച്ഛനെ അന്വേഷിച്ചു. അച്ഛൻ വന്നിട്ട് വീണ്ടും പോയോ? പോണ്ടെന്ന് പറഞ്ഞില്ലേ? പറയാനല്ലേ പറ്റൂ. എന്താ തമ്പ്ര എങ്ങനെ നോക്കണേ? കാണാൻ കണ്ടിട്ടില്ലേ? ഇല്ല. ഒന്ന് പോ തമ്പ്ര. ഈ ജംബ്ര ഉണ്ടാ? കാണട്ടെ. അയ്യേ, ഈ തമ്പ്രാൻ ഒരു നാണമില്ല. ഈ ജമ്പർ മാത്രം കാണുന്നതിന് ഇപ്പൊ എന്തോ നാണിക്കാന്? ഈ ജംബർ കാണിക്കാനേ ഇന്നലെ വന്നേ. കാണാഞ്ഞപ്പോ സങ്കടായി. എന്നെ കാണാൻ നിനക്ക് കരച്ചിൽ വരുവക്ക? അപ്പൊ ഇനി ഒരിക്കലും കാണാതിരുന്നാലോ? ഈ ചത്തുകളി. തമ്പ്രാനെ കണ്ടില്ലായിരുന്നേ
ഇതിനു മുമ്പേ കായലിച്ചാടി ചത്തേനെ. നിനക്കെന്താ കിറുക്ക? തമ്പ്രാന് അറിയില്ല. കുടിയിൽ എനിക്ക് പൊറുതി മുട്ടി. ഏൻ കൊയ്ത നെല്ല് മുഴുക്കെ കൊച്ചമ്മയെടുത്ത് വിറ്റ് എന്റെ പുട്ടിലും വട്ടിയും ഒക്കെ അവരുടെ അനിയത്തിക്ക് കൊടുത്ത് ഒലമടഞ്ഞ കാശുകൊണ്ടാ ഞാൻ ഈ ജമ്പർ തയ്പ്പിച്ച്. പാവം, നീ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഒരു ദിവസം എല്ലാം മാറും. ഏനറിയാം, ഏൻ ചാണ ദിവസം അക്കേ, എന്റെ തമ്പ്രാ. പോലീസ് കൊണ്ടുപോയി തല്ലി എന്നോടിച്ചിട്ടും ഞാൻ പറയില്ല. എന്തിനാണെന്നറിയാവോ? എന്റെ കൈകൊണ്ട് തന്നെ നിന്നെ കൊല്ലണമെന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. ഒരു കാക്കമ്മ പെണ്ണിന്റെ ഈ വാടി കാക്കേ, എന്താണ് ഈ വല്ലാത്തൊരു ഓർക്കക്ഷീണം? മൂത്തതായാലും 17ന്റെ പരുവാണല്ലോടാ കുഞ്ചറിയായെ. ഓൾ ഇവിടെ കിടക്കേണ്ടതല്ല, വല്ല ടൗണിലായിരുന്നെങ്കിൽ ഓൾ ഒരു പാട് വാരിയനെ. ഇവിടെ എന്താ വാരല് കുറവാറ്റാണ്? ചാരായം മാറ്റണമെങ്കിൽ കാക്കമ്മ മാറ്റണം. ഒരു 100 കൂടി ഇങ്ങ് താടി കാക്കേ. ഞാൻ എവിടെയാ? മിണ്ടണ്ട, തീയിട്ടരിക്കണ പനിയാ.
എല്ലാം ഞാൻ പിന്നെ പറയാം. എടി കാക്കമ്മേ, കൊള്ളുന്നല്ലോ, കുടല് പഴുക്കണ പനിയാ. വിശക്കുന്നുണ്ട്, ഞാൻ ഉറങ്ങിക്ക. ഒന്നിങ്ങ് വാടി കാക്കേ. എനിക്ക് എവിടെ പോയതാ? അവൻ അച്ഛനെ അന്വേഷിച്ചു പോയതാ. വേണ്ട, തമ്പ്രാൻ വീടി വലിക്കണ്ട. ഒരു കെട്ട മണമാ വീടിക്ക്, എനിക്ക് പിടിക്കൂല. എന്താ തമ്പ്രാൻ മുഖത്തിനൊരു വാട്ടം പോലെ? സുഖമില്ലേ? ഒന്നുമില്ല. അല്ല, ഏതാണ്ടുണ്ട്. എന്നോട് പറഞ്ഞൂടെ? ഒന്നുമില്ല പെണ്ണേ. അല്ല, ഉണ്ട്. ഉണ്ട്. 1.5 നെല്ല് മതിയോ? എന്റെ തമ്പ്രാൻ എപ്പോഴും മട്ട് ചിരിക്കണം. ചിരിക്കുമ്പോ ഈ കണ്ണിന് എന്താ ശീലേ? മീശയ്ക്ക് എന്താ മിനുമിനുപ്പ്? ഏനെപ്പോഴും ഈ മുഖം കണ്ടുകൊണ്ട് നടക്കണം. അയ്യോ, നോണ് തമ്പ്ര. നോക്കാൻ പോണേ ഉള്ളൂ. നീ ഏതാ? കാർത്തു. കാക്കമ്മയുടെ മോളാണ്. അമ്മ എവിടെ? ഇപ്പൊ വരും. കഞ്ഞി കുടിക്കൂ. ആ, നീ പോയിക്കോ. ചുമ്മാ ഇരിയുന്നു ഒരാള്. ഒന്ന് ചുമ്മാ ഇരി എന്റെ മനുഷ്യ. ഇതെന്താ ഒന്നും കണ്ടിട്ടില്ലാത്ത മാതിരി. എന്റെ കാക്ക നിന്നെ കൊണ്ടൊന്ന് പറക്കാനാ തോന്നുന്നത്. പറക്കണ്ട പറക്കണ്ട, പറഞ്ഞാലേ മോന്തായത്തിന് മുട്ടും. നിന്റെ അമ്മയുടെ കഞ്ഞി കൊലയാടിയ കാശുകൊണ്ട് ചേർന്ന് ഇന്നൊരു കഞ്ഞി കുടിച്ചിട്ടില്ലടി. എന്താ എന്താ പറഞ്ഞത്? എന്താ കേട്ടില്ലേ? വരമ്പത്ത് തല്ലുകൊണ്ട് ബോധം കെട്ട് കിടന്നപ്പോ വന്ന് ചാകാതെ നോക്കിയതും പോരാ, ഇന്നുവേണ്ടി ശാസനയും കേൾക്കണം. അയാൾ ഭരിക്കാൻ വന്നിരിക്കുന്നു. അമ്മേ, അല്ല പിന്നെ നിന്റെ നിന്റെ നീ തേവടേന്റെ പുറത്തൊന്നും എനിക്ക് വേണ്ടി നിന്നെ മോളെ ഒന്ന് പിടി, കുഞ്ഞമ്മേ. ദൈവമേ, ഇയാൾക്ക് എന്ത് പറ്റിയപ്പോ? ഇന്നിനി പറ്റില്ല, കുഞ്ഞമ്മ പൊയ്ക്കോ. ഓ, ഒന്ന് അനങ്ങി പിടിച്ചു വന്നതായിരുന്നു. തന്റെ കാശ് വേണമെങ്കിൽ തന്നേക്കാം, പൊയ്ക്കോ. വേണ്ട, ഞാൻ പോയിട്ട് നാളെ വരാം.
വാ. എന്താടി അവിടെ? ഒന്നുമില്ല, ഒരു പൂച്ച. അമ്മേ, ഞാൻ കിടന്നോട്ടെ? വരുമ്പത്ത് തല്ലുകൊണ്ട് ബോധം കെട്ട് കിടന്നപ്പോ വന്ന് ചാകാതെ നോക്കിയതും പോരാ, ഇതിനുവേണ്ടി ശാസനയും കേൾക്കണം. ഒരാൾ ഭരിക്കാൻ വന്നിരിക്കുന്നു. നീ തേവടിയെ പക്കൊന്നും എനിക്ക് വേണ്ടി. നിന്നെ ഞാൻ അനങ്ങണ്ട, വല്ലാതെ പനിക്കുന്നുണ്ട്. ഉറങ്ങിക്കൂ. ഉറങ്ങിക്കൂ. കാപ്പി. എനിക്ക് എന്റെ ഒന്നും വേണ്ട. ഇന്നലെ എന്റെ ദണ്ണം കൊണ്ട് പറഞ്ഞു പോയതാ. എനിക്ക് ഒരു ദേഷ്യവും ഇല്ല. നീ എന്നെ രക്ഷിക്കണ്ടായിരുന്നു. ഞാൻ ചത്ത മതിയായിരുന്നു. ഇന്നലെ അങ്ങ് പറഞ്ഞതെല്ലാം ഉള്ളതാണെന്ന് എനിക്കറിയാം. പക്ഷെ കുടുംബം പുലർത്തണ്ടേ? പെരനിറങ്ങി നിൽക്കുന്ന പെണ്ണിനെ കണ്ടില്ലേ? അതിനെ ആരുടെയെങ്കിലും കൂടെ പറഞ്ഞേക്കണ്ടേ? ഞാൻ എന്ത് ചെയ്യും? എനിക്കൊരാൺതുണ. നീ ഇങ്ങനെ ജീവിച്ചത് അവളെ ഏത് പറപ്പും അവളെ ആരാ കെട്ടിക്കൊണ്ട് പോകുന്നത്? നീ ഇത് നിർത്തണം. പിന്നെ എങ്ങനെ ജീവിക്കും? എങ്ങനെയെങ്കിലും ജീവിക്കണം. എങ്ങനെയെന്നും കൂടി പറ. ഈ കാപ്പി കുടിക്ക്. എനിക്ക് വേണ്ട. ഇതങ്ങ് കുടിക്ക്. വേണ്ട, നീ പോയിക്കോ. ഇല്ല, ഇത് കുടിക്കാൻ ഞാൻ പോകുന്നില്ല. കാർത്തു, ഒരു ഗ്ലാസ് കാപ്പി എടുത്തുണ്ടോ? തകമേ, തകമേ. ഒരു 100. എന്താ കാക്കമ്മ ഇത്? ഈ വാടി പൊന്നെ. കുഞ്ഞപ്പി
കുടിക്കാൻ വന്നാണെങ്കിൽ കുടിച്ചാൽ പോയാ മതി. അങ്ങനെയല്ലല്ല നമ്മൾ ഇതുവരെ ഇവിടെ കഴിഞ്ഞത്. ആ ഇനി ഇങ്ങനെയൊക്കെ കഴിഞ്ഞാ മതി. പരിഭവം. ഞാൻ 3-4 ദിവസം അക്കരെ പോയിരുന്നു. അതല്ലേ വരാതിരുന്നത്. വാ. ആരാ? കുഞ്ഞപ്പി പോ. ഞാൻ പോവാ. പനി മാറാതെ പോയാല് ചാവട്ടെ. ഈ കുടിയിൽ കഴിയുന്നതിന് ഭേദാതാ. എനിക്ക് എന്റെ മോള്, ഞങ്ങൾക്ക് ആരുമില്ല. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഈ പണി നിർത്താൻ. ഞങ്ങൾ പട്ടിണിയായി പോവും. ഇല്ല, ഞാനൊരാണാണ്. ഒരു കുടുംബം പുലർത്താൻ എനിക്ക് കഴിയും. നിന്റെയും നിന്റെ മകളുടെയും കണ്ണീര് അതെനിക്ക് മനസ്സിലാകും. എനിക്കൊരു കൂരയും അതിലെ പ്രായമായ 2 പിള്ളേരും അവരുടെ തള്ളയുണ്ട്. ചെല്ലുന്നിടത്തൊക്കെ ഞാൻ തെറ്റേ ചെയ്തിട്ടുള്ളൂ. സ്നേഹിച്ചവർക്കൊക്കെ സങ്കടം കൊടുത്തിട്ടുള്ളൂ. എങ്കിലും നീയും നിന്റെ മോളും നിങ്ങളുമായി 2 നാളത്തെ അടുപ്പേ എനിക്കുള്ളൂ. എനിക്കും ആരെയും കൂട്ടാക്കാതെ ഇതുവരെ ഞാൻ കഴിഞ്ഞിരുന്നത്. എന്റെ ചൂട് പറ്റാനല്ലാതെ എന്റെ ചങ്കിലെ തീ കാണാൻ ആരും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്കെങ്കിലും. കാക്കമ്മേ, എന്തോ? പറഞ്ഞോ, ഞാൻ എന്ത് വേണം? എന്ത് വേണേലും പറഞ്ഞോ. മരിക്കാൻ പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. കാക്കമ്മേ, എനിക്കാരുമില്ല. കരഞ്ഞു, ഇഷ്ടം പോലെ കരഞ്ഞു. ചങ്കിലെ തീയൊന്ന് കിടട്ടെ.